എല്ലാവർക്കും സ്നേഹവന്ദനം. വളരെ വേദനിക്കുന്നൊരു വാർത്തയാണ് ഇന്ന് 21 തീയതി നാം കേട്ടത്. പാസ്റ്റർ ബിനു മാത്യു ബൈക്ക് അപകടത്തിൽ കർത്തൂസന് ചേർക്കപ്പെട്ടു. അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് നെടുങ്കണ്ടം സെക്ഷനിൽ കുളപ്രച്ചാൽ സഭാ ശുശ്രൂഷനായിരിക്കുന്ന പാസ്റ്റർ ബിനു മാത്യു ആണ് 21 തീയതി ഞായറാഴ്ച രാവിലെ ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടത്. മകനെ കീബോർഡ് പഠിപ്പിക്കുന്നതിന് ക്ലാസ്സിൽ കൊണ്ടുവിട്ടതിന് ശേഷം കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്ന വഴിയിലാണ് തനിക്കൊരു അപകടം നേരിട്ടത്. വളരെ ദുഃഖകരമായ വിഷയമാണ്. നിങ്ങൾ കർത്തദാസൻ്റെ ഫോട്ടോയും അതിൻ്റെ അപകട സ്ഥലത്തിൻ്റെ ഫോട്ടോയൊക്കെ ഞാൻ ഈ യൂട്യൂബിൽ നിങ്ങളെ അപ്ലോഡ് ചെയ്യാം. അനേക ദേവദാസന്മാർ ദിവസങ്ങളിൽ അപകടങ്ങളാലും മറ്റു വ്യക്തി അക്രമങ്ങളാലും അതുപോലെ മാരക രോഗങ്ങളാലും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ ദേവദാസൻ്റെ ദാരുണമായ സംഭവത്തിൽ ദുഃഖിച്ചിരിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഭാര്യ സിസ്റ്റർ സന്ധ്യ ബിനു, അതുപോലെ 3 മക്കളാണ് അവർക്ക്. മൂത്ത കുട്ടി 9ാം ക്ലാസ്സിലും, രണ്ടാമത്തെ കുട്ടി 3ാം ക്ലാസ്സിലും, മൂന്നാമത്തെ കുട്ടി കൈക്കുഞ്ഞുമാണ്. ദുഃഖത്തിലായിരിക്കുന്ന ആ പ്രിയ വാത്സല്യ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും അതുപോലെ രക്ഷകർത്താക്കൾ, ഇടുകുടുംബങ്ങളുടെ ബന്ധുക്കൾ, സഭവിശ്വാസികളായിരിക്കുന്ന കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ദിവസങ്ങൾ സഭകൾ നിർമ്മിച്ച് സഭയിലെ ജനങ്ങൾക്ക് വേണ്ടി ദൈവദാസന്മാർ മധ്യസ്ഥ ഇടുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവദാസന്മാർക്ക് വേണ്ടി നിങ്ങളും വ്യക്തി വീടുകളിൽ പ്രാർത്ഥിക്കുമ്പോഴും സഭകളിൽ പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഇടിവ് നിൽക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ഇടുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടി വരുന്ന ഈ ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാർക്ക് വേണ്ടി നിങ്ങൾ ഒരു ദിവസമെങ്കിലും, മാസത്തിൽ ഒരു ദിവസമെങ്കിലും ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. അത് ആയുസ്സിന് വേണ്ടി നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ആ പ്രിയ സിസ്റ്റർ എത്രമാത്രം വേദനയോട് എത്ര വർഷം ഇനി ദുഃഖം അനുഭവിക്കണം. ആ കുഞ്ഞുങ്ങൾ എത്ര നാളിനി വേദന തിങ്ങി ഒരു അനാഥത്വം അവർ അനുഭവിക്കണം. അവിടെ കുടുംബങ്ങൾ നോക്കും, അല്ല പ്രായമൊന്നുമില്ലല്ലോ ആ ദേവദാസന്. അവിടെ ജനിപ്പിച്ച് വളർത്തിയ രക്ഷകർത്താക്കൾ, ബന്ധുക്കൾ എത്രമാത്രം ദുഃഖത്താൽ അവരിങ്ങനെ തള്ളിവിടണം ഒരു നാളുകളും. അതുകൊണ്ട് സഭ 1-2 ദിവസങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് മാത്രം രോഗത്തിലാഗമനം ശുശ്രൂഷിക്കുന്ന, അതിൽ IPC എന്നോ AG എന്നോ ശാരോണെന്നോ ചർച്ചകൂടെന്നോ ന്യൂ ഇന്ത്യ എന്നോ ഒന്നുമല്ല, ദൈവദാസന്മാർ എല്ലാവരെയും മനുഷ്യരാണ് ഡിനോമിനേഷൻ കൊണ്ടിങ്ങനെ വേർതിരിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യരെ കണ്ട് എല്ലാ ദൈവദാസന്മാരെ ഓർത്തങ്ങൾ പ്രാർത്ഥിക്കണം. അവർ ആയുസ്സോടും ആരോഗ്യത്തോടും ഇരിക്കുന്നുള്ള കാലം നിങ്ങൾക്ക് വിടുതലാണ്. മോശ കരമുയർത്തി പ്രാർത്ഥിച്ചതൊക്കെയും ഇസ്രായേലിന് ജയമായിരുന്നത് പോലെ ഈ ദിവസങ്ങൾ ദേവദാസന്മാർ മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയും കരയുകയും ഉപവസിക്കുകയും നിലവിളിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ കുടുംബങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ അല്പമെങ്കിലും സമാധാനവും സന്തോഷവും ആശ്വാസവും അവർ പ്രാപിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദേവദാസന്മാരോട് പ്രാർത്ഥിക്കുക. എന്തായാലും ഈ പാസ്റ്റർ ബിനുവിനെയും തൻ്റെ ഭാര്യ കുഞ്ഞുങ്ങളെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. അസംബ്ലീസ് ഓഫ് ഗോഡ് ശുശ്രൂഷകനാണ്. നമുക്ക് അസംബ്ലീസ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ AG ഒന്നോ IPS ഒന്നോ ഡിനോമിനേഷൻ ഒന്നും മനുഷ്യനായി തന്നെ കാണണമല്ലോ. നിങ്ങൾ ദുഃഖമാണ്. ആ കുഞ്ഞിൻ്റെ കഴിഞ്ഞ 2-3 മാസം പറയാം, നമുക്ക് IPSൽ ജോസ് പ്രകാശ് എന്ന് പറഞ്ഞ പാസ്റ്റർ മരിച്ചു. അതും കുഞ്ഞുവിനെ കടയിൽ ആഹാരം വാങ്ങി ഇറങ്ങി തിരിച്ചിട്ട് കാത്തു നിൽക്കുമ്പോഴാണ് ബസ് ഒന്ന് ഇടിച്ച് മരിക്കുന്നത്. ഇതുകൊണ്ട് ഒരു മകന് കീബോർഡ് പഠിപ്പിക്കാൻ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വിളിക്കാൻ പോകുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. തലമുറകൾക്ക് എന്ന് മാത്രം താങ്ങാൻ കഴിയാത്ത ജോസ് പ്രകാശിൻ്റെ മകൻ തന്നെ എത്രമാത്രം വേദനകൾ, പഠിക്കാൻ പോലും കഴിയാത്ത ബുദ്ധിമുട്ടുകൾ, വേദന അനുഭവിച്ചെന്നറിയാമോ? കാര്യം കണ്ണുമ്പിൽ കണ്ടതല്ലേ. അതുപോലെ ഈ ദേവദാസനും ആ മകൻ എത്രമാത്രം ഇനി ദുഃഖം നീറി ഹൃദയത്തിൽ വേദന താങ്ങി തൻ്റെ മകൻ ജീവിക്കണം. എന്തായാലും നിങ്ങളൊരു പാവപ്പെട്ട ദേവദാസനാണ്. ആ കുടുംബത്തിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ചെന്നവരെ ആശ്വസിപ്പിക്കാൻ കഴിയുമെങ്കിൽ ചെന്ന് ആശ്വസിപ്പിക്കുക. സാമ്പത്തികമായിട്ടൊക്കെയും സഹായിപ്പിന് കഴിയുമെങ്കിൽ നിങ്ങൾ ദേവദാസനെ സഹായിക്കുക. ഞാൻ ദേവദാസൻ്റെ ഫോട്ടോയും ഒക്കെ നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. പുള്ളി അസംബ്ലീസ് ഓഫ് ഗോഡ് നെടുങ്കണ്ടം ഡിസ്ട്രിക്റ്റിലാണ് സഭാ ശുശ്രൂഷനായി താൻ സേവനം അനുഷ്ഠിക്കുന്നത്. ഓക്കെ, ദൈവം സഹായിക്കട്ടെ. കൂടുതലൊന്നും പറയാൻ തോന്നുന്നില്ല, പറയാൻ മനസ്സനുവദിക്കുന്നുമില്ല. നമ്മളൊക്കെ ചെറുപ്രായക്കാരാണ്. അപ്പനമ്മയൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കുക എന്നുള്ളത് വലിയ ദുഃഖസാന്ദ്രമായ വിഷയം തന്നെയാണ്. എന്ത് പറയണമെന്നറിയില്ല. കാര്യം പുള്ളിക്കാരൻ്റെ മുഖം നോക്കിയപ്പോൾ, ഫോട്ടോയിൽ മുഖം നോക്കിയപ്പോൾ ഒന്നും പറയാൻ തോന്നുന്നില്ല. ദൈവ കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ.